US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ന്യൂയോർക്ക് ഫെഡറൽ കോടതിയെ സമീപിച്ച പുതിയ നീക്കം അദാനിക്കും മോദിക്കും ഒരുപോലെ കുരുക്കാവുകയാണ്. ഗൗതം അദാനിയെ നിയമത്തിൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കുവാൻ നരേന്ദ്രമോദി സജീവമായി ഇടപെടുകയാണ് എന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇത് വെറും രാഷ്ട്രീയ വിമർശനം മാത്രമല്ല, ഇന്ത്യയുടെ നിയമവാഴ്ച, നയതന്ത്ര വിശ്വാസ്യത, ജനാധിപത്യത്തിൻ്റെ ആത്മാവ് എന്നിവയെ തന്നെ ചോദ്യം ചെയ്യുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കുറ്റപത്രമാണ്. 265 ദശലക്ഷം ഡോളറിൻ്റെ കൈക്കൂലി ആരോപണം നേരിടുന്ന അദാനിക്കും അദ്ദേഹത്തിൻ്റെ അനന്തരവനായ സാഗർ അദാനിക്കും എതിരായ സമൻസ് കൈമാറുന്നതിൽ മോദി സർക്കാർ 14 മാസത്തിലേറെയായി തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന SECയുടെ വെളിപ്പെടുത്തൽ സാങ്കേതിക പിഴവുകൾ എന്ന വ്യാജവാദങ്ങളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സംരക്ഷണത്തിൻ്റെ നഗ്നമായ ഒരു സത്യം ഇപ്പോൾ തുറന്നു കാട്ടുകയാണ്. ഒപ്പും സീലും സംബന്ധിച്ച അവ്യക്തതകൾ ചൂണ്ടിക്കാട്ടി സമൻസ് തടയുന്നുവെന്ന് നിയമവ്യവസ്ഥയുടെ പേരിൽ പറയുന്ന അതൊരു തമാശ മാത്രമായി മാറുകയാണ്. യഥാർത്ഥത്തിൽ അദാനി എന്ന കോർപ്പറേറ്റ് ഭീമനെ തൊടാൻ പോലും അനുവദിക്കാത്ത ഒരു ഭരണകൂടത്തിൻ്റെ നിലപാടാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന നാൾ മുതൽ അദാനി ഗ്രൂപ്പ് അനുഭവിച്ച വളർച്ച യാദൃശ്ചികമാണെന്ന് വിശ്വസിക്കാൻ പോലും ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് സാധിക്കുകയില്ല. വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, വൈദ്യുതി, സോളാർ ഊർജം തുടങ്ങി രാജ്യത്തിൻ്റെ സാമ്പത്തികവും സുരക്ഷാപരവുമായ നാഡീ കേന്ദ്രങ്ങളെല്ലാം അദാനിയുടെ കൈകളിലേക്ക് ഒഴുകിയെത്തിയത് ക്രോണി ക്യാപിറ്റലിസം എന്ന വാക്കിന് പുതിയ അർത്ഥം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ആ അദാനിക്കെതിരെ അന്താരാഷ്ട്ര ഏജൻസി നിയമ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഇവിടെ മോദി സർക്കാർ മതിൽ കെട്ടി സംരക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് ലോകം തന്നെ കാണുന്നത്. ഹേഗ് കൺവെൻഷൻ പ്രകാരം സമൻസ് കൈമാറേണ്ടത് ഒരു രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര ബാധ്യതയാണ്. എന്നാൽ ആ ബാധ്യത പോലും അദാനിയെ രക്ഷിക്കുവാനായി മോദി ലംഘിക്കുന്നുവെങ്കിൽ അത് ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള ഇടപെടൽ മാത്രമല്ല, അത് രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളോടുള്ള ഒരു തുറന്ന വെല്ലുവിളിയായി മാറുകയാണ്. SEC വ്യക്തമാക്കിയതുപോലെ നയതന്ത്ര തലത്തിലെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. അതായത് മോദി സർക്കാർ ബോധപൂർവം സഹകരണം നിഷേധിക്കുകയാണ്. ഇതിലും ഗുരുതരമാണ് SEC കോടതിയിൽ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. അതായത് അദാനിക്ക് തനിക്കെതിരായ കേസിനെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ട്. US-ൽ അഭിഭാഷകരെ നിയമിച്ചിട്ടുണ്ട്. സാഗർ അദാനിയുടെ ഔദ്യോഗിക ഇമെയിൽ അത് ഇപ്പോഴും സജീവമാണെന്നും തെളിയുന്നുണ്ട്. എന്നിട്ടും സമൻസ് കൈമാറാനാകുന്നില്ല എന്ന മോദി സർക്കാരിൻ്റെ വാദം അത് കോടതിയെയും നിയമത്തെയും പരിഹസിക്കുന്ന ഒരു സമീപനമാണ്. ഇതിലൂടെ മോദി സർക്കാർ ലോകത്തോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: അദാനി ഇന്ത്യയിൽ നിയമത്തിന് മുകളിലാണ് എന്നുള്ളൊരു കാര്യമാണിപ്പോൾ മോദി പറയുന്നത്. മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വലിയ ശബ്ദത്തിൽ പറഞ്ഞ ഒരു വാഗ്ദാനമായിരുന്നു അഴിമതിക്കെതിരെ സീറോ ടോളറൻസ്. എന്നാൽ ഇന്ന് ആ വാക്കുകൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കപടതകൾ ഒന്നായി മാറിയിരിക്കുകയാണ്. ഒരു സാധാരണ പൗരൻ അഴിമതി ആരോപണം നേരിട്ടാൽ അന്വേഷണ ഏജൻസികൾ വാതിൽ തകർത്ത് അകത്തേക്ക് കയറും. ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെടും. മാധ്യമ വിചാരണ പോലും നടക്കും. എന്നാൽ അദാനിയെപ്പോലുള്ള പ്രധാനമന്ത്രിയുടെ പ്രിയപ്പെട്ട വ്യവസായികൾക്കെതിരെ ആരോപണം വന്നാൽ സർക്കാർ തന്നെ കവചമായി മാറുന്നു. ഇത് അദാനിയെ മാത്രം രക്ഷിക്കുന്ന പ്രശ്നമല്ല, ഇത് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ കുറ്റകൃത്യമാണ്. ഇന്ന് അദാനിക്കായി നിയമം വളച്ചൊടിക്കുന്ന സർക്കാർ നാളെ ഏത് കോർപ്പറേറ്റിന് വേണ്ടിയും അതേ വഴി സ്വീകരിച്ചേക്കും. അപ്പോൾ ഭരണഘടനയും നിയമവും പുസ്തകത്തിലെ വാക്കുകളായി മാത്രം ശേഷിക്കും. യഥാർത്ഥ അധികാരം പണം കൈവശമുള്ളവർക്കായിരിക്കും. മോദിക്ക് മുന്നിൽ 2 വഴിയാണുള്ളത്. ഒന്നുകിൽ നിയമവാഴ്ചയുടെ പക്ഷത്തു നിന്നും അദാനിയെ മറ്റു പൗരന്മാരെ പോലെ നിയമത്തിന് മുന്നിൽ നിർത്തണം. അതല്ലെങ്കിൽ അദാനിയെ രക്ഷിക്കുവാൻ രാജ്യം തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു ഭരണകൂടമായി ചരിത്രത്തിൽ ഒരുപക്ഷെ രേഖപ്പെടുത്തിയേക്കും. ഇപ്പോൾ കാണുന്ന എല്ലാ ലക്ഷണങ്ങളും സൂചിപ്പിക്കുന്നത് മോദി സർക്കാർ ഈ 2ാം വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതാണ്. അദാനിയെ സംരക്ഷിക്കുവാൻ ഭരണകൂടം നീങ്ങുമ്പോൾ നഷ്ടപ്പെടുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിശ്വാസ്യത തന്നെയാണ്.